നമസ്കാരം. സാക്ഷി ടി വിയുടെ പ്രേക്ഷകരെ, നമ്മളിപ്പോ സാക്ഷി ടി വിയിൽ നിലവിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചർച്ച ഈ ജഡായി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നികുതി വരുമാനം അത് പഞ്ചായത്തിന് ലഭിക്കുന്നില്ല എന്നൊരു ചർച്ച ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചോളം ഇത് GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, രാജ്യത്ത് നികുതി വലിയ തരത്തിലുള്ള വെട്ടിപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് BJPയുടെ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നികുതി വെട്ടിപ്പ് തടയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രാജ്യത്ത് ആകമാനം ഒരു രാജ്യം ഒരു നികുതി എന്ന സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ആകമാനം GST സംവിധാനം നടപ്പിലാക്കും. നമുക്കറിയാം, ആ സമയത്തൊക്കെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലുള്ള ചെക്ക് പോസ്റ്റുകളിലൊക്കെ ചാക്കുകെട്ട് കണക്ക് പൈസയാണ്, രൂപയാണ് അന്ന് ഉദ്യോഗസ്ഥരും പോലീസുകാരും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചാക്കുകെട്ട് കണക്കാണ് രാത്രി അവിടെ നിന്ന് പൈസ മാറ്റിക്കൊണ്ടിരുന്നത്. കാരണം ഈ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട നികുതി പൈസ ആ തരത്തിൽ പോവുകയായിരുന്നു. മാത്രമല്ല, ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ പോകുന്ന സംസ്ഥാനത്ത് ഒരു നികുതി, ചെല്ലുന്ന സംസ്ഥാനത്ത് വേറൊരു നികുതി, അങ്ങനെ നികുതി കൊടുത്തുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഈ GST ഭരണ പരിഷ്കാരം കൊണ്ടുവരുന്നത്. ഒരു രാജ്യം ഒരു നികുതി. അതിനുശേഷം ആ സമയത്താണ് നമുക്കറിയാം, അന്ന് 28% നികുതി ഉണ്ടായിരുന്നു. പിന്നീട് അത് 18% കേന്ദ്ര സർക്കാർ കുറച്ചു. ആ സമയത്ത് 2024 കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ പല സർക്കാരുകളും ആ കുറച്ച പൈസ, ആ 10% പൈസ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതാത് ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കുന്നത് 2024. പക്ഷെ അങ്ങനെ ആ ഒരു തീരുമാനം 2024 എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ചടയമംഗലത്ത് പഞ്ചായത്ത് സമിതി ഭരിച്ചിരുന്നത് LDF ആണ്. അതുപോലെ MLA, അതുപോലെ മന്ത്രി, അതും LDF ആണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ഭരണം മുഴുവൻ അന്ന് LDFന്റെ കയ്യിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ 2024 ഇങ്ങനെ ഈ 10% പൈസ പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട പൈസ എന്തുകൊണ്ട് ഈ 2024 തന്നെ വാങ്ങിയെടുത്തില്ല എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഈ 2026 ആയപ്പോ ഭരണം മാറി, MLA മാറി, മന്ത്രി മാറി, അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ മാറുന്ന ഈ സമയത്താണ് ഇത്തരത്തിലൊരു ചർച്ച കടന്നു വന്നത് എന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ 2 വർഷം ഈ പൈസ ഈ ചടയമംഗലം പഞ്ചായത്തിന് ലഭിക്കേണ്ട പൈസയായിരുന്നു. ഈ 2 വർഷം എന്തുകൊണ്ട് ഈ പൈസ വാങ്ങിയെടുക്കുവാൻ സാധിച്ചില്ല? നമ്മൾ ഈ ജഡായി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് BOT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണിത്. അപ്പൊ ഇതിന്റെ നികുതി വരുമാനം മറ്റൊക്കെ വാങ്ങുന്നത് സംസ്ഥാന സർക്കാരാണ്, അവർക്കാണ് ഇതുമായിട്ടുള്ള ബന്ധം. പിന്നീട് പഞ്ചായത്ത് വാങ്ങിയെടുക്കേണ്ടത് അത് പഞ്ചായത്തിന്റെ കടമയാണ്. അത് കോടതി സംവിധാനം വഴിയോ അല്ലെങ്കിൽ സർക്കാർ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ അത് വാങ്ങിയെടുക്കണം എന്ന രീതിയിലൊക്കെയാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വശം എന്ത് നടന്നു? ഈ 10% പൈസ, കോടികളാണ് ചടയമംഗലം പഞ്ചായത്തിന് കിട്ടേണ്ട പൈസ. ചടയമംഗലം പഞ്ചായത്തിന് അത് കിട്ടിയിരുന്നെങ്കിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ചടയമംഗലം പഞ്ചായത്ത് നടക്കേണ്ടതുമാണ്. നമുക്കറിയാം, ജഡായി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, നമ്മുടെ ചടയമംഗലത്തെ ജനങ്ങൾ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ജഡായി ടൂറിസം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടൂറിസം പദ്ധതി ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ എല്ലാ മേഖലയിലും, ഉൽപാദന മേഖലയായാലും ശരി, വ്യവസായ മേഖലയായാലും ശരി, കാർഷിക മേഖലയായാലും ശരി, കച്ചവട മേഖലയായാലും ശരി, ഈ എല്ലാ മേഖലയിലും വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഇവിടെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഉൽപാദന മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ വീടിലും ഈ ജഡായി ടൂറിസവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, എന്തെങ്കിലും വിനോദസഞ്ചാരമായിട്ട് വരുന്ന ആൾക്കാർക്ക്, വെളിയിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ വരുന്നവരാണ്, അവർക്ക് എന്തെങ്കിലും സാധന സാമഗ്രികൾ നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന യൂണിറ്റുകൾ എല്ലാ വീടുകളിലും കൊച്ചു കൊച്ചു നിർമ്മാണ യൂണിറ്റ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാർഷിക മേഖലയിൽ നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം തൊട്ടടുത്തുള്ള വയലുകളിലൊക്കെ അല്ലെങ്കിൽ കൃഷിഭൂമികളിലൊക്കെ തദ്ദേശമായിട്ടുള്ള കൃഷി, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഈ ജഡായി ടൂറിസമായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുത്തുകൊണ്ട് പ്രദേശത്തെ കർഷകർക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കച്ചവടക്കാര്, സമീപപ്രദേശത്തുള്ള കച്ചവടക്കാർക്ക് ഈ വരുന്ന ജനബാഹുല്യം കൊണ്ട് വലിയ രീതിയിലുള്ള കച്ചവടം ഉണ്ടാകും. അങ്ങനെ ആ കച്ചവടത്തിൽ നിന്നും, കച്ചവടക്കാരുടെ വരുമാനത്തിൽ നിന്നും അത് പഞ്ചായത്തിന് നികുതിയായിട്ട് കുറച്ച് പൈസ പോകും. അങ്ങനെയുള്ള മാറ്റം കച്ചവടക്കാർക്ക് ഉണ്ടാകും, അതും നമ്മൾ പ്രതീക്ഷിച്ചു. വ്യവസായങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഈ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. ഇതൊന്നും നടപ്പിലാക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരിയായാലും ശരി, സംസ്ഥാന സർക്കാരായാലും ശരി, ഈ ടൂറിസം ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെല്ലാം കുഴപ്പം ജഡായി ടൂറിസത്തിന്റെ മുതലാളിയുടെ കുഴപ്പം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിവിടെ ഭരിക്കുന്നത് ഭരണകർത്താക്കളാണ്. മുതലാളിക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുതലാളിയെ കൊണ്ട് അതിന്റെ ചെയ്യിപ്പിക്കേണ്ടത് ഭരണകർത്താക്കളുടെ കടമയാണ്. കാരണം സംസ്ഥാനത്തിന്റെ, നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സ്വത്ത്, ഏക്കർ കണക്കിന് സ്വത്താണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുത്തത്. നമ്മുടെ സർക്കാരിന്റെ, നമ്മുടെ നാട്ടുകാരുടെ സ്വത്താണ്.
അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നേരെ ചൊവ്വെ നടത്തിക്കേണ്ടതും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കേണ്ടതും അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കേണ്ടതും ഒക്കെ അത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ കടമയാണ്, കർത്തവ്യമാണ്. അത് നടപ്പിലാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ പരാജയമാണ് എന്നാണ് BJP സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കണം. ഈ 2 വർഷം ഈ പൈസ എങ്ങോട്ട് പോയി, അഥവാ ഈ പൈസ മേടിച്ചെടുക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ട്, ഈ പൈസ വേറെ ഏതെങ്കിലും തരത്തിൽ വകമാറ്റി പോയിട്ടുണ്ടോ, എന്തെങ്കിലും അഴിമതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷണം വരണം. മാത്രമല്ല ഇനിയെങ്കിലും ഈ പൈസ ഈ ചടയമംഗലം പഞ്ചായത്തിന് ലഭിക്കുന്ന തരത്തിലുള്ള എത്രയും പെട്ടെന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരികൾക്കായാലും ശരി, സർക്കാരിനായാലും ശരി, ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കായാലും സാധിക്കണം എന്നാണ് BJPക്ക് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.